എനിക്ക് ഏകദേശം 2008 2009 കാലഘട്ടത്തില് ശരീരം മൊത്തം വേദനയായിരുന്നു. ഏകദേശം ഒരു 6 വർഷത്തോളം ഇംഗ്ലീഷും ആയുർവേദമൊക്കെ യൂസ് ചെയ്തു. അസുഖം മാറിയില്ല എന്ന് മാത്രമല്ല, കൂടെ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം കൂടെ വന്നു. അങ്ങനെ അതിനുകൂടെ എക്സ്ട്രാ ട്രീറ്റ്മെന്റ് ചെയ്തു. ഈ രണ്ട് അസുഖത്തിനും വ്യത്യസ്തമായ രണ്ട് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആയിരുന്നു കാലങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് കൊറോണ വരുന്ന സമയം. കൊറോണ വന്നത് 2020-ലാണ്. അപ്പൊ ഓർക്കണം, 2008-2009 കാലഘട്ടത്തിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഏകദേശം 2020 വരെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, അസുഖം ഒന്ന് കുറയും, പിന്നീട് കൂടും. അതേ അവസരത്തിൽ പോകുമ്പോൾ പല ആളുകളും പറയും ഇന്ന സ്ഥലത്ത് പോയാൽ ഈ അസുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകും, അങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം വലിയൊരു എമൗണ്ട് എനിക്ക് വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് കൊറോണ എല്ലാവർക്കും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നത്. കൊറോണ വന്ന സമയത്ത് എനിക്ക് നാട്ടിലൊരു ഷോപ്പിൽ ഒതുങ്ങി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് നിൽക്കുന്ന സാഹചര്യത്തില് കൗണ്ടർ കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി തന്നെ പാകപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പ്രയാസമാണ്, ഇരുന്ന് കഴിഞ്ഞാൽ നടക്കാൻ പ്രയാസമാണ്, ഒരുപാട് പ്രയാസമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജംഷി സാർ, താങ്ക് യു സാർ, സാറ് ഷോപ്പില് ജസ്റ്റ് ഒരു സാധനം വാങ്ങിക്കാൻ വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം വാങ്ങിക്കുന്ന സമയത്ത് എന്റെ മുഖത്തിനുള്ള ചെറിയൊരു പ്രയാസം കണ്ട് എന്നോട് ചോദിച്ചു, എന്താണ് ജീവിക്ക പ്രശ്നം? ഞാൻ പറഞ്ഞു, അത് എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കാരണം ഡോക്ടർ അത്രയും പ്രയാസപ്പെട്ടാണ് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ അസുഖം മാറുന്ന ഒരു സാഹചര്യത്തിലല്ല, ഇത് ഇങ്ങനെയാണ്, ഇതുണ്ടായി കഴിഞ്ഞാൽ മരുന്നായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ, ഒരു ആരോഗ്യം തിരിച്ചു കിട്ടുന്ന സാഹചര്യത്തിലേക്ക് വരാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജംഷി സാറ് പറയുന്നത്, എന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇൻഷാല്ലാ ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അരമണിക്കൂർ ഷോപ്പിൽ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം വീട്ടിലേക്ക് വന്നു. കൊറോണ വന്ന സമയം ആയതുകൊണ്ട് തന്നെ ഷോപ്പ് ഒരുപാട് സമയം ബിസിനസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, 4 മണിക്ക് ക്ലോസ് ചെയ്യണം. അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് വന്നു. പ്രോഡക്റ്റ് കൊണ്ടാണ് വന്നത്, ഐപ്പിൾസ് കൊണ്ട് വന്നു. വൈഫിനെ എന്നെയും കറക്റ്റ് കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ബില്ലിംഗ് അല്ലായിരുന്നു. കാരണം ഇതുപോലെ പല സാഹചര്യത്തിൽ ഞാൻ കടന്നുപോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഹെൽത്ത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഐപ്പിൾസിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന സമയത്ത് അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ട എന്നുള്ള രൂപത്തിലെത്തി. പക്ഷെ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഒരു 4 മാസം നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യും. ആ വാക്ക് സൈക്ക് ചെയ്തു. പ്രോഡക്റ്റ് ഉപയോഗിച്ചു. ഏകദേശം 2 ബോട്ടിൽ ഐപ്പിൾസ് ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് എന്റെ അസുഖം ആകെ കൂടി. അല്ലെ, പൊതുവെ നമ്മളെ പ്രോഗ്രാമിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നല്ല റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാറുണ്ട്. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. പ്രൊഡക്റ്റ് കഴിച്ചു, ഒരുപാട് അസുഖം കൂടിയെന്ന് പറഞ്ഞാൽ പെയിന് വല്ലാതെ കൂടി. സോറിയാസിസ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, പെയിന് വല്ലാതെ കൂടി. ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു, ഫോണിലൂടെ തന്നെ വഴക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹം സെമീറ മാഡത്തിന് ഒന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. വൈഫിന് ഫോൺ കൊടുത്തപ്പോൾ വൈഫും അവരും ഒരു കോൾ സ്പീക്കറിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം മാഡത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോ ഇത് കഴിക്കുമ്പോൾ ചില അസുഖം ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് പതുക്കെ കുറയുമെന്ന് പറഞ്ഞു. ആ വാക്ക് പാലിച്ചു. പ്രൊഡക്റ്റ് വീണ്ടും മുന്നോട്ട് പോയി. ഏകദേശം 4ഓളം ബോക്സ്, ഏതായാലും 5ഓളം ബോക്സ് എത്തിയപ്പോൾ എനിക്ക് എന്റെ ശരീരത്തിലേക്ക് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ മാറ്റം തുടർന്ന് ഐപ്പിൾസ് കഴിച്ചു. ഏകദേശം ഒരു 5-6 ബോട്ടിൽ എത്തിയപ്പോഴേക്ക് ഞാൻ ഹെൽത്തിലേക്ക് പതുക്കെ വരാൻ തുടങ്ങി. വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ജോയിന്റ് പെയിനും മാറി കിട്ടുന്നുണ്ട്, സോറിയാസും മാറി കിട്ടുന്നുണ്ട്. രണ്ടും പതുക്കെ ഹെൽത്തിലേക്ക് വന്നു. കറക്റ്റായിട്ട് ഒരു 4 മാസത്തിലേക്ക് ഞാൻ ഫോളോ ചെയ്തു. പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതാണ്. ഇന്ന് 2026 എത്തി നിൽക്കുകയാണ്. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും, അന്ന് മെഡിസിൻ നിർത്തിയ ഞാൻ ഇന്നും ഐപ്പിൾസ് ഒരു വർഷത്തിൽ 1-2 ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇന്ന് ഈ സെക്കൻഡ് വരെ ഒരു ആവശ്യത്തിന് പോലും ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെ, അതിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട കറക്റ്റ് പോഷകങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് 100% ഞാൻ ഹെൽത്തിലേക്ക് വന്നത്. ഇതൊരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നും കറക്റ്റ് പറയൂല, അവര് വിശ്വസിക്കൂല. അപ്പൊ നമ്മൾ ഉപയോഗിച്ച ഫീലാണ് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇന്ന്
ജംഷി സാർ ആ ഒരു അവസ്ഥ, ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും ചിലപ്പോൾ അസുഖമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ അസുഖത്തിലേക്ക് മാറ്റപ്പെടാൻ പറ്റുന്ന സാഹചര്യം അതിലടങ്ങുന്ന കണ്ടന്റ് ആണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം വേണം നമുക്ക് ഓരോ ആളുകൾക്കും. ഈ പ്രോഡക്റ്റ് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം, എനിക്ക് എന്റെ ഫാമിലിയോടൊത്ത് അന്തസ്സായിട്ട് കഴിയാൻ പറ്റുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്. കാരണം ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന മുമ്പ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. എനിക്ക് എന്നെ തന്നെ മനസ്സിലായി. ആ ഒരു ദിവസത്തെ വർക്കൗട്ട് ഞാൻ ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ ഏകദേശം ഒരു 11 മണിയാവുമായിരുന്നു. ആ രൂപത്തിലായിരുന്നു എന്റെ ലൈഫ്. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് മിസ്റ്റർ മുജീബ് പരപ്പനങ്ങാടിയായിരുന്നു. ഇതുപോലെ ഒരു പരപ്പനങ്ങാടിക്കാരനായ റഷീദ് 2024 പരിചയപ്പെട്ടു. നീലഗിരിയിലുള്ള സെയ്ദ് സാർ എന്ന് പറയുന്ന ഒരു മഹാമനസ്കന, സെയ്ദ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടതോടുകൂടിയിട്ട് എന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു എന്നോട്, ഐ കോഫി കുടിക്കുക, നീ തിരിച്ചു വരൂ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞു. ഞാനത് കുടിച്ചു. 2024 ലാസ്റ്റ് മുതൽ ഇന്ന് 2026 ആകാൻ പോകുന്ന സമയം വരെ ഐ ആം വെരി ഹാപ്പി. ഇൻഡസ് വ്യൂയുടെ ഐ കോഫി കുടിച്ചു, എനിക്കൊരു പുനർജീവനം കിട്ടി. ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്റെ ചാനൽ ഫോളോ ചെയ്യാം. ഐ കോഫി റഷീദ്.